ദുബായിൽ മീൻസ് ബിസിനസ് ചെയ്യാണ്. ആൻഡ് ഓൾസോ എനിക്ക് എന്താ പറയുക, എനിക്ക് കൂടുതലായിട്ട് താല്പര്യം ഉള്ളത് മീൻസ് ട്രേഡിങ്ങിലാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിലാണ് എനിക്ക് താല്പര്യം. അപ്പം സംടൈംസ് ഞാൻ ഇടക്ക് മീൻസ് കൺഫ്യൂസ്ഡ് ആവും. ഏത് ടാർഗറ്റ് മീൻസ് ഏത് ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ പിറകെ ഓടണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാവുക. എന്റെ ദുബായിലെ ബിസിനസ് ഓക്കെ ആണ്, ബട്ട് എന്നാൽ പോലും എനിക്ക് മീൻസ് കൂടുതൽ കംഫർട്ട് അല്ലെങ്കിൽ എനിക്ക് ട്രേഡിങ്ങിൽ തന്നെ ഈസി ആയിട്ട് നിൽക്കണം. ഹലാലായിട്ടുള്ള മീൻസ് സ്റ്റോക്സ് എടുത്ത് അത് ഫോക്കസ് ചെയ്തിട്ട് അത് ചെയ്യണം എന്നാണ് കൂടുതലായിട്ടുള്ള താല്പര്യം വരുന്നത്. കാരണം ഞാൻ ഇവിടെ ചെയ്യുന്ന വർക്കിൽ ഇപ്പൊ എനിക്ക് കൂടുതലായിട്ടും വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് കമ്മീഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും മീൻസ് കൂടുതലായിട്ട് കിട്ടുക. അപ്പം അത് ആ ഒരു ടൈപ്പ് ഓഫ് മണി എനിക്ക് മീൻസ് വേണ്ടാന്നുള്ള ആ ഒരു ചിന്തയിലേക്കാണ് പോയി തുടങ്ങുന്നത്. അതുപോലെ തന്നെ മീൻസ് ഹലാലായിട്ടുള്ള സ്റ്റോക്സ് എടുത്തിട്ട് സ്വിംഗ് ട്രേഡ്സ് മാത്രം എടുത്ത് പോകണം എന്നുള്ളൊരു താല്പര്യമാണ്. അതെ, അപ്പം നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റക്കിലാണുള്ളത്. you're stuck with it. Is your business running well? നിങ്ങൾ ബിസിനസ് റൺ ചെയ്യണം. തീർച്ചയായിട്ടും. Are you happy with that one? റൺ ചെയ്യുന്നുണ്ട്. Okay, അതിൽ ഹാപ്പിയാണോ നിങ്ങൾ? Yeah, I'm happy with that. Can you scale that business scale ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണോ? സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണോ അത്? സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങളില്ലാതെ തന്നെ റൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണോ അത്? അതിന് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Okay, good. ഇതിൽ പോകാനുള്ള കാരണം, ട്രേഡിങ്ങിന് പോകാനുള്ള മെയിൻ കാരണം എന്താ? Give me one reason. Why do you want to go into trading when you can develop your own business? ലൈക്ക് ട്രേഡിങ്ങിന് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ എനിക്ക് എന്താണെന്നറിയില്ല, മീൻസ് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. അത് എന്താണെന്നൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്താണ് അത് എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു പണ്ട്. അങ്ങനെ ഞാൻ അതിന്റെ പിറകെ പോയി അങ്ങനെ ഒരു ഫ്രണ്ട് ചെയ്യുന്ന മുഖേന ഞാൻ അത്യാവശ്യം ഒരു എമൗണ്ട് കൊടുത്തു. അതപ്പം അങ്ങനെ പോവുകയും ചെയ്തു. ഞാനപ്പോ അതവിടെ ക്വിറ്റ് ചെയ്തതാണ്. ബട്ട് ആ ഒരു ടൈം മുതൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എനിക്ക് എന്തായാലും അത് പഠിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് ചെയ്യണമെന്നാണ്. അപ്പം ഞാൻ ആഫ്റ്റർ ഒരു കൊറോണ ടൈമിന് ശേഷം സ്റ്റോപ്പ് ചെയ്തിട്ട് ആഫ്റ്റർ ഒരു 3 to 4 year കഴിഞ്ഞതിന് ശേഷം ഇപ്പം കുറച്ച് മുന്നേറ്റ് ഒരു 4-5 months ആയിട്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് എന്റെ ബുക്ക് വീണ്ടും റീ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതന്നെ മീൻസ് പഠിച്ചെടുത്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് അതിന്റെ പിറകെ ഇറങ്ങിയേക്കുകയാണ്. അതിപ്പം ശരിക്ക് മെന്റലി ഇപ്പം അതിന് ഫിറ്റ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഏർണിങ്സ് അല്ല കൂടുതലായിട്ട് നോക്കുന്നത്. മീൻസ് എന്റെ മെന്റൽ ഹെൽത്ത് എത്രത്തോളം മീൻസ് റെഡി ആക്കാൻ പറ്റുന്നുള്ളതാണ് ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ടെൻഷൻ ഒന്നും കൂടിയിട്ടില്ല. ഓക്കെയാണ്. പിന്നെ പ്രശ്നം എന്താ? പ്രശ്നം മീൻസ് ഏത് ഫോക്കസ് ചെയ്തിട്ട് പോകുന്നുള്ള ഒരു ചിന്താഗതി ഇടക്ക് വരും. ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോൾ ചിന്തിക്കും, അത് ഇത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആയി പോവോ, അല്ലെങ്കിൽ ഇപ്പുറം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആയി പോവോ, ആ ഒരു കൺഫ്യൂഷൻ വരും. ബിസിനസ്സിലാണ് നിങ്ങളല്ലാതെ ക്യാപ്റ്റന്? അതിന് ക്യാപ്റ്റൻ നിങ്ങളുടെ ബിസിനസ് അല്ലേ, സ്വന്തം ബിസിനസ് അല്ലേ? അതെ, സ്വന്തം ബിസിനസ് മീൻസ് വിത്ത് പാർട്ട്നേഴ്സ് ആണ്. അപ്പം പാർട്ട്നേഴ്സ് തമ്മിൽ it's fine. But you are one of those captains, am I right? You are one of the decision makers. Am I right? അതിനെ വളർത്താൻ പറ്റില്ല നിങ്ങൾക്ക്? വളർത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അവിടെ ഇതും തമ്മിൽ ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഡിസ്ട്രാക്ഷൻ വരുന്നില്ല തീർച്ചയായിട്ടും. ബട്ട് ഇവിടെ ഞാൻ ചെയ്യുന്നത് വിത്ത് ഫ്രണ്ട്സ് ആണ്. അപ്പം അതിന്റെ ഇടയിൽ ഇടയ്ക്ക് വരുന്ന ഈ വാക്ക് തർക്കം അല്ലെങ്കിൽ മീൻസ് ആ ഒരു ടോക്ക് വരുമ്പം അപ്പൊ ഞാൻ ചിന്തിക്കും, മീൻസ് എന്താ പറയാ, ആരെയും എന്താ പറയാ, മീൻസ് എനിക്ക് എല്ലാവരെയും എല്ലാ കാലത്തും വേണം. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ആകുമ്പോൾ ഞാൻ ഓൺ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. മീൻസ് വിത്ത് പാർട്ട്നേഴ്സ് ഇല്ല, എനിക്ക് ബൗണ്ടറീസ് ഇല്ല. അപ്പം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാം. മീൻസ് ആരെയും ഞാനിപ്പം എന്തെങ്കിലും സംസാരിച്ചിട്ട് ആരെയും വെറുപ്പ് വാങ്ങണ്ട. മീൻസ് ഇത് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് മീൻസ് എല്ലാവരുടെ സ്നേഹം ആ രീതിയിൽ തന്നെ എനിക്ക് കിട്ടി തുടങ്ങും. മീൻസ് അതേ രീതിയിൽ തന്നെ കിട്ടും. ഞാൻ കാരണം ആർക്കും ഒരു ഇത് എന്നോട് വരണ്ടെന്നുള്ളൊരു തീരുമാനമാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ശരിക്കും ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ഉണ്ട്, പാർട്ട്നേഴ്സ് നിങ്ങളെ ഫ്രണ്ട്സ് ആണ്. ചിലപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇസ് ദാറ്റ് കറക്റ്റ്? ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടി ആ ഫ്രണ്ട്ഷിപ്പ് അതേപോലെ നിലനിർത്താൻ വേണ്ടി ഏറ്റവും അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് ട്രേഡിംഗ് ആണ്. അപ്പൊ ട്രേഡിംഗിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ, കാരണം അവിടെ വേറെ ആരുമില്ല. ശരിയല്ലേ? ആ ഒരു പ്ലാൻ അതല്ലേ ഞാൻ മനസ്സിലാക്കി? ഓക്കെ, ഇനി എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള എല്ലാവർക്കും, നാളെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, നാളെ നിങ്ങളെല്ലാവരും ആരെങ്കിലും ഇതിലൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ 2 പേര് എടുക്കാൻ പാടില്ല ബിസിനസ്സിൽ. 2 പേര് നിങ്ങൾ ബിസിനസ്സിൽ എടുക്കാൻ പാടില്ല. നമ്പർ 1 നിങ്ങളെ കുടുംബക്കാരെടുക്കാൻ പാടില്ല. നമ്പർ 2 നിങ്ങളെ ഫ്രണ്ട്സിന് എടുക്കാൻ പാടില്ല. എത്ര പേർക്ക് അത് മനസ്സിലായി? സൈക്കോളജി എന്ന് ടൈപ്പ് ചെയ്യാം. നെവർ ടേക്ക് യു ഫ്രണ്ട്സ്,
കാരണം ആ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ പൊട്ടും. നെവർ ടേക്ക് എ ഫാമിലി മെമ്പേഴ്സ്, ആ ഫാമിലി പിന്നെ നാളെ മുറിഞ്ഞു പോകും. നെവർ ടേക്ക് ദാറ്റ്. സോ ഇവിടെ നിങ്ങൾക്കുള്ള ഇഷ്യൂ അതാണ്, നിങ്ങളെ ഫ്രണ്ട്സ് ആണ്, പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ നിങ്ങൾ കീപ്പ് അപ്പ് ചെയ്യണം. Is that right? Seriously. Okay. Yeah, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, you have to think properly. You have to think whether you have to go with this one. Okay. ഇവിടെ when it comes to trading, I'll tell you, you don't have any control. Trading നിങ്ങൾ freedom എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ freedom എന്ന് പറയുന്നുണ്ട്, but you don't have any control because trading can fluctuate. It can go up and down. The market can fall altogether. Am I right? Yes. So trading, ഞാൻ അറിയുന്ന 2 കേസ് ഉണ്ട്. 2 കേസ് അവര് they have lost crores. മലയാളീസ് ആയിട്ടുള്ള, ഓക്കെ, 2 എൻ്റെ സ്റ്റുഡൻസ് ആണ്. അവർ ക്രോർസ് ലോസ് ചെയ്ത് ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ മേലെ. അത് വിചാരിച്ച് ഞാൻ നിങ്ങൾക്ക് ലോസ് ആവുന്നല്ല പറഞ്ഞത്, ഓക്കെ, ബിക്കോസ് ദേ ഡിഡ്ന്റ് സ്റ്റഡി വെൽ. അപ്പോൾ നിങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്തിട്ടുള്ള ആണെങ്കിൽ, ഇഫ് യു നോ ദ മാർക്കറ്റ് വെരി വെൽ, ഇഫ് യു നോ വാട്ട് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ് ആൻഡ് സോ ഫോർത്ത്, ഇഫ് യു 100% okay with that, then go with it. Otherwise you're putting money into the trap. Yeah, sure. Okay, so understand that. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്, ഇന്റർഫിയർ ചെയ്യാൻ പാടില്ലാത്ത ബിസിനസ്. I'll tell you, I'm in a business. In the business, in a complete team, they're taking over. Complete അവരെ ചെയ്യില്ല. 3 വർഷത്തിൽ ഒരിക്കലൊക്കെ ഞാൻ പോയി എൻ്റെ ബിസിനസ് കാണുള്ളൂ. Only 3 years. അതിൻ്റെ സെക്കൻഡ് ഔട്ട്ലെറ്റ് ജസ്റ്റ് 2 ദിവസം മുമ്പ് തുടങ്ങി, പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങി. I didn't go there because it's completely free. No clash, nothing. I given the complete right for them because it's a very good management. Okay. അപ്പോൾ അവിടെ ഞാൻ ഇന്റർഫിയർ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുണ്ട്, ഒന്നിലേ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഇന്റർഫിയറൻസ് അവിടെ ഇഷ്യൂ ആവും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വർക്കിംഗ് നിന്ന് അതിന് മാറുക, സോ ദാറ്റ് ദേ റൺ ദ ബിസിനസ് ആൻഡ് ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ്, ഓർ യു സ്റ്റാർട്ട് സംതിങ് എൽസ് വേർ യു ആർ ദ ഡിസിഷൻ മേക്കർ. നിങ്ങളായിരിക്കും ഡിസിഷൻ മേക്കർ. അവിടെ ഫ്രണ്ട്ഷിപ്പിന് കുടുംബക്കാരെ ആരും എടുക്കരുത്, നിങ്ങളുടെ വൈഫിനെ വേണം എടുത്തോളൂ. That's fine. And you start a business. Okay. Are you okay with that? What type of business is that? You said business എന്ന് പറയാം. എന്ത് ബിസിനസ് ആയിരുന്നു? ബിസിനസ് ഇവിടെ ദുബായ് മീൻസ് ഗോൾഡൻ വിസ, ഓക്കെ, ഇവിടെയുള്ള PRO വർക്ക്സ് ഒക്കെ ചെയ്യുന്നത്. ഗുഡ്. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്കും ചെയ്തുകൂടെ? അത് ഇല്ല, ഞാൻ അതിന്റെ അക്കൗണ്ട്സ് ആണ്, ഞാൻ മീൻസ് പൈസയാണ് ഞാൻ കൂടുതൽ ഇട്ടത്. എന്താ പറയാ, വർക്ക്സ് എനിക്ക് ഡോക്യുമെന്റേഷൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാനപ്പം അക്കൗണ്ട്സ് ആണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത്, പ്ലസ് പാർട്ട്ണർ. ഓക്കെ, സോ ദെയർഫോർ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് നില അവിടെ നിർത്തണം. മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ക്ലാഷ് ഇറ്റ് ആൻഡ് യു റൺ ദിസ് ബിസിനസ്. ഇഫ് യു കാൻറ്റ് സ്റ്റാർട്ട് സംതിങ് ബൈ യുവർ ഓൺ, അല്ലെങ്കിൽ ടുമോറോ യു തിങ്ക് അബൌട്ട് വാട്ട് ഈസ് ദാറ്റ് യു ക്യാൻ സ്റ്റാർട്ട് ബൈ യുവർ സെൽഫ് വിത്ത് യുവർ വൈഫ്. ഞാനും എൻ്റെ വൈഫാണ് പാർട്ട്നേഴ്സ് ഇൻ ഓൾ ദ ബിസിനസ്. സോ ഒരു നല്ലൊരു വൈഫ് നിങ്ങൾക്കുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് ഹർ. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അവിടെ നിങ്ങൾക്ക് the question is you must be able to do that. You must be on the throne. You must be in the cockpit to take decisions. Yeah. Otherwise, if it is this case, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അക്കൗണ്ട്സ് നിങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളാണ്, okay, you are the one who invested in the current business. Okay. You have invested in the current business. In that case, what you can do, you have to step back, let them run the business because they know how to run the business. They know everything. അവരില്ലാതെ നടക്കില്ലല്ലോ ബിസിനസ്, because they are the one who are working on the business. Is it correct? Yes. Okay, 90% ആരാണ് ചെയ്യുന്നത്? ഞാൻ മെയിൻലി മീൻസ് 90% എന്നില്ല പറയണത്. ഞാൻ അക്കൗണ്ട്സ് പ്ലസ് ഞാൻ സെയിൽസിന്റെ ക്ലാസ്സും ടീച്ചിങ്ങും ഒക്കെ ഞാനാ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം സെയിൽസ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് ഈ വാക്ക് തർക്കം where is this clash coming in? വാക്ക് തർക്കം അങ്ങനെ ക്ലാഷ് ആയിട്ടൊന്നും വരാറില്ല. ബട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു പേടിയാണ്, മീൻസ് ഇങ്ങനെ സംഭവിച്ചാലോ എന്നുള്ളൊരു പേടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കും. അത് പേടി ഇല്ലാതിരിക്കാം. യെസ്, അങ്ങനെ ചെയ്യണം. നിങ്ങൾ ആ ഫിയർ ആണ്, മിസ്സിംഗ് ഉണ്ടാവല്ലോ. നിങ്ങൾ ആ ഫിയർ ആണ് നിങ്ങൾ ഈ കംപ്ലീറ്റ് ഈ പുതിയ ഇതിലേക്ക് ട്രേഡിങ്ങിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം ആ പേടിയാണ്. ഒരു വിശ്വാസക്കുറവ് എന്ന് പറയാം അല്ലേ? ചിലപ്പോ നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസക്കുറവായിരിക്കും. Is that right? Do you agree to that? അപ്പൊ അത് ഓക്കെ, ആ ഫിയർ അവിടെ ഒഴിവാക്കുക. Trust the people because they are in the business. Trust them 100%. Let them run the business and you support them. Yeah, sure. Happy? Yeah, sure. Happy. Good. Thank you.